കേരളത്തിലെ നാടൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണുന്ന ഒരു പ്രസിദ്ധ കഥാപാത്രമാണ് കള്ളിയങ്കാട്ടു നീലി എന്ന യക്ഷി. സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറുപിളർന്ന് രക്തമൂറ്റി കുടിക്കുന്ന ഉഗ്രരൂപിയായ യക്ഷിയായിരുന്നു നീലി എന്ന ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവൻകാടെന്ന ദേശത്തു വിഹരിച്ചിരുന്ന നീലി ആ പ്രദേശത്ത് ചുറ്റി നടന്ന് ആളുകളെ ഭയപ്പെടുത്താറുണ്ടായിരുന്നു. അവളുടെ മുട്ടോളമെത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യസൗന്ദര്യവും അന്നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചു. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശത്തു വാണിരുന്ന ഒരു ദേവദാസിയായ കാർവേണിയുടെ പുത്രിയായിരുന്നു അല്ലി. സുന്ദരിയായ അവൾ അവിടുള്ള ശിവന്റെ കോവിലിലെ പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹം നടന്നു. എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത്. മരുമകന്റെ ദുർനടപ്പിലും ധൂർത്തിലും മനംനൊന്ത് കാർവേണി അല്ലിയുടെ ഭർത്താവായ നമ്പിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഇതറിഞ്ഞ അല്ലിയും അദ്ദേഹത്തോടൊപ്പം വീട് വിട്ടിറങ്ങി. വഴിമധ്യേ സ്വന്തം മടിയിൽ തലവച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു. ഇവർ രണ്ടുപേരും വർഷങ്ങൾക്കുശേഷം ചോളരാജാവിന്റെ കുട്ടികളായി പുനർജനിച്ചു. നീലനും നീലിയുമായിരുന്നു അവർ. ഇവരുടെ ജനനത്തെ തുടർന്ന് രാജ്യത്തിലുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി. ധാരാളം കന്നുകാലികളെ രാത്രിയിൽ നഷ്ടപ്പെടുകയുണ്ടായി. ഇതിനു കാരണം ആ കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ചോളരാജാവ് കുട്ടികളെ ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിനു സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അതിനു സമീപമുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാരകേന്ദ്രം. ഒരിക്കൽ നാട്ടിലെ 70 ഊരാന്മക്കാർ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ച് തളച്ചു. എന്നാൽ അദ്ദേഹത്തിന് നീലിയെ തളയ്ക്കാനായില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. ഒരിക്കൽ നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരി പൂമ്പട്ടണം സ്വദേശി പഞ്ചവങ്കാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്ന ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ യക്ഷി വേഷം മാറി അവിടെയെത്തി. കുഞ്ഞിനെയെടുത്ത ഒരു സ്ത്രീയുടെ രൂപം പ്രാപിച്ച് തന്റെ ഭർത്താവ് താനുമായി വഴക്കിട്ടോടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നാൽ ആ വന്നിരിക്കുന്നത് യക്ഷിയാണ് എന്ന് അയാൾ കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ലെന്നു മാത്രമല്ല, യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തങ്ങൾ 70 പേരും അയാളോടൊപ്പം മരിക്കുമെന്നും ഊരാൺമക്കാർ സത്യം ചെയ്യുകയുമുണ്ടായി. നിവൃത്തിയില്ലാതെ അവിടെ തങ്ങിയ ആനന്ദനെ രാത്രിയിൽ നീലി തന്ത്രപൂർവ്വം വധിക്കുന്നു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഊരാൺമക്കാർ തങ്ങളുടെ വാക്കുപാലിക്കാനായി അപ്പോൾ തന്നെ തീയിൽ ചാടി മരിച്ചു. തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിനു കാരണക്കാരനായ ആനന്ദനെയും 70 ഊരാൺമക്കാരെയും വധിച്ച ശേഷം നീലി ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും യക്ഷിയമ്മയായി മാറുകയും ചെയ്തു.